അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ദീർഘമായി സംസാരിക്കുന്നില്ല. പ്രധാനമായ ചില അമലുകൾ പരിചയപ്പെടുത്തലാണ് പതിവ്. പതിവിന് വിരുദ്ധമായി ഇന്ന് നമ്മുടെ ദർസിൽ പഠിച്ച് ബിരുദമെടുത്ത എൻ്റെയും ഷരീഫ് അഷ്റഫിയുടെയും കൂടെ സഹസേവകനായി ഇവിടെ നിൽക്കുന്ന ഇർഷാദ് അഷ്റഫി നാളെ ദഅവത്താർത്ഥം ഖത്തറിലേക്ക് പോകും. അപ്പം അദ്ദേഹം 2 വാക്ക് യാത്ര ചോദിക്കുക എന്നുള്ള തബറൂക്കാണല്ലോ സംസാരിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഉസ്താദിൻ്റെ വളരെ വിലപ്പെട്ട സമയം നിങ്ങൾ കാതോർത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരം മറ്റു സംസാരങ്ങളൊന്നും നടത്തുന്നില്ല. നിങ്ങളോടെല്ലാവരോടും യാത്ര ചോദിക്കുകയാണ്. 3-4 ദിവസത്തെ പരിപാടി ഖത്തറിലുണ്ട്. ദഅവത്താണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അള്ളാഹു അവൻ്റെ പൊരുത്തത്തിലായി പറയുന്നത് ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹുവിൻ്റെ പൊരുത്തം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ഉസ്താദുമാരുടെ തണലിലായി നമുക്ക് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഉസ്താദിന് മൈക്ക് കൈമാറുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടുന്ന് ഒഴിവായിട്ട് ജോലി ചെയ്യാൻ പോവല്ല കേട്ടോ. ഒരു മൂല്യരിഞ്ഞ് പോറേങ്കാരനായി എന്ന് പറയാൻ നിൽക്കണ്ട. ഞാൻ ഏതായാലും പുറത്തേക്ക് പല പരിപാടിക്കും ക്ഷണിച്ചിട്ട് പോകണില്ല. ദുബായ്, ബഹ്റൈന്, മസ്കറ്റ് ഒക്കെ വിളിച്ചിരുന്നു. ഞാൻ പോയാണ്. അപ്പൊ മൂപ്പരെങ്കിലും പോട്ടെ. എനിക്ക് പകരമായി പോകുന്നല്ല, മൂപ്പരെ വേറെ ക്ഷണിച്ച. അൽഹംദുലില്ലാഹ് നമ്മളെ കുട്ടികളെ കൂട്ടത്തില് പ്രബോധകന്മാർ വളർന്നു വരുന്നുണ്ട്. ഇപ്പൊ ഷരീഫ് അഷ്റഫ് വേണമെങ്കിൽ അമേരിക്കയിൽ വരെ പോവാം. പക്ഷെ അദ്ദേഹം ഈ വിദേശയാത്രയും പ്രസംഗവും അത്ര ശ്രദ്ധിക്കില്ല എന്ന് മാത്രം. അദ്ദേഹം എനിക്ക് താങ്ങുന്നണലായിട്ട് ദർസിൽ ഇങ്ങനെ പ്രധാനപ്പെട്ട മേഖല തെരഞ്ഞെടുത്ത് അതിൽ സേവനം ചെയ്യുന്ന ആളാണ്. മറ്റേനൊക്കെ കഴിവുണ്ട്, നല്ല കഴിവുണ്ട്. പക്ഷെ എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പോ 2 ആളുണ്ടാവും. അദ്ദേഹം ദർസിൽ ഇൻഷാ അല്ലാഹ് പുറത്തൊന്നും പോവാതെ തന്നെ ഉണ്ടാകാറുണ്ട്. ഏതായാലും ഇർഷാദ് അഷ്റഫി നാളെ അദ്ദേഹം പറഞ്ഞ പോലെ പ്രധാനമായിട്ട് ദഅവത്താണ് ഉദ്ദേശം. പിന്നെ ചില ആളുകൾക്ക് എന്തെങ്കിലും ജോലിയാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വളരെ പ്രഗത്ഭരായ ആളുകളൊക്കെ ആ സ്ഥലത്തുണ്ട്. അവരും കൂടി ക്ഷണിച്ചിട്ടാണ് പോണത്. അതിൽ വലിയ വലിയ കച്ചവടക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ജോലിയില്ലാത്ത ഏതോ 1-2 ആളുകൾക്ക് ജോലിയാക്കി കൊടുക്കലും കൂടി ലക്ഷ്യമുണ്ട്. അല്ലാഹു തആല അതൊക്കെ പൂർത്തിയാക്കി കൊടുക്കട്ടെ. ദഅവത്തിനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ, പ്രത്യേകിച്ച് പോകുന്ന ആളുകൾക്കൊക്കെ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. മാതാപിതാക്കളുടെയും ഗുരുവര്യന്മാരുടെയും ഗുരുത്വവൃത്തത്തിലാണ് എല്ലാ ഉയർച്ചയുള്ളത്. അത് നമുക്കൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആ ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ ഉയർച്ച ഉണ്ടാവും, ഇൽമിന് ആഫിയാവും. ഒരു തിരിച്ചറിവാണ് നമുക്ക് അള്ളാഹു തആല നിഅമത്തിന് സബബായി തന്ന ആളുകളുടെ ആ വലുപ്പം നമ്മൾ തിരിച്ചറിഞ്ഞാൽ അവർ മുഖേനുള്ള നിഅമത്ത് അള്ളാഹു നമുക്ക് നിലനിർത്തിക്കൊണ്ടിരിക്കും. ആ ഒരു പ്രത്യേകത അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരമല് എന്നല്ല, മൊത്തത്തിലുള്ളൊരു വിഷയം പറയുമ്പോൾ, ഏതൊരു കാര്യം അധ്വാനിച്ച് ചെയ്യുകയാണെങ്കിൽ അതിനൊരു നേട്ടം ഉണ്ടാവും. അധ്വാനം കൂടിയാൽ നേട്ടം ഉണ്ടാവും. ദുന്യവിയായ കാര്യം, ഉഖ്റവിയായ കാര്യമൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഇന്നത്തെ നോമ്പറൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒക്കെ വളരെ എളുപ്പമാണല്ലോ. ഞാൻ ഇപ്പം നിന്റെ പെണ്ണുങ്ങളോട് 4 ആളുണ്ടാവും നോമ്പറക്കാനെന്ന്. മാരിവാൻ കൊടുക്കണമെങ്കിൽ 2 മണിക്കൂർ മുമ്പ് പറഞ്ഞു. മാരിവിൻ്റെ 1/2 മണിക്കൂർ മുമ്പ് ഭക്ഷണം ശരിയായും ചെയ്തു. കാരണം എല്ലാത്തിനും സംവിധാനം വീട്ടിലുണ്ട്. അല്ല, ഞോളെ കറാമത്താറിയാൻ നിൽക്കണ്ട. ഉസ്താദിന്റെ ഭാര്യ ബീവിച്ചാണ്, ഭയങ്കര കറാമത്താണ്. കാരണം അടുപ്പൊന്ന് 10 കൊണ്ട് പൊന്തുക എന്ന് പറയാൻ നിൽക്കണ്ട. അതല്ല, നിങ്ങളെ വീട്ടിലും പറ്റുമോ? അതൊന്ന് സംവിധാനങ്ങളുണ്ടല്ലോ. അപ്പൊ വളരെ എളുപ്പമാണ്. പക്ഷെ ആ നമ്മുടെ വീട്ടിൽ നിന്നുണ്ടാക്കണ ഈ 10 ഇറച്ചിയും, പഴയ കാലത്ത് വല്യന്മാര് ആ ചമ്മലയും വിറകിന്റെ കൊള്ളിയും മട്ടലൊക്കെ അടുപ്പൊക്കെ ഇട്ടിട്ട് ഊതിയിട്ട് അതിന് മേലെ മണ്ണിന്റെ ചട്ടിയും വെച്ചിട്ട് ഒരു ഈർക്കളി എടുത്തിട്ട് ഇങ്ങനെ 10 ചൂടാൻ കാത്തിരുന്നിട്ട് തോണ്ടിയെടുക്കണം. ആ 10 തമ്മിൽ എന്ത് ടേസ്റ്റിൽ അജഗജാന്തരല്ലേ? കാരണം എന്താ? അത് അധ്വാനാണ്. ഇത് അധ്വാനല്ലേ? ഏത് കാര്യം അങ്ങനെയാണ്. അധ്വാനം കൂടിയാൽ ടേസ്റ്റ് കൂടും, നേട്ടം കൂടും. അത് ഏത് കാര്യം അങ്ങനെയാണ്.
എല്ലാ കാര്യം അങ്ങനെയാണ്. ഇപ്പൊ നമ്മള് ആലന്തര കയ്പ ഡബിൾ അടിച്ചിട്ട് 20 മിനിറ്റിനുള്ളിൽ തറാവി തീരുന്ന സ്ഥലം ഞങ്ങൾക്ക് അറിയിച്ചേറ്റെ. മലപ്പുറം ജില്ലയിൽ 7 സ്ഥലമുണ്ട് തറാവി 20 റക്അത്ത് 20 മിനിറ്റ്. അത് തറാവി തന്നെയാണ്. പക്ഷെ അത് 1 മണിക്കൂർ വെച്ചിട്ട് നീട്ടി നിസ്കരിക്കണം ഗുണം അവിടെ പോയാൽ കിട്ടൂല. കാരണം ഇത് അധ്വാനാണ്, അത് അധ്വാനമില്ല. ഇതന്നെ ഞാൻ ഒന്നും കൂടി സ്ലോ ആക്കിയാൽ സഫ് കുറയും. ഞാൻ ഒന്നും കൂടി സ്ലോ ആക്കിയാൽ ഇതിപ്പോ 2 മണിക്കൂർ കൊണ്ട് ഞാൻ അത് ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ എനിക്ക് 3/4 മണിക്കൂറും കൂടി വേണ്ടി വരും. ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് കൊറോണ സമയത്ത്. തറാവി കയ്യിൽ 11:30. നാളെ മുതൽ അങ്ങനെ ആക്കിയാലോ? ഞാനുണ്ടാവും, ഇതിൽ വെച്ചുണ്ടാവും, പിന്നെ 2-3-4 ആൾക്കാരുണ്ടാവും, വേറെ ആരുണ്ടാകും. അപ്പൊ നമ്മളെല്ലാ പരിപാടിയും സ്പീഡാണ്, അതാണ്. പക്ഷെ അത് അധ്വാനത്തിന്റെ നേട്ടം കിട്ടൂല. കാര്യങ്ങൾ സ്പീഡ് കൂടും തോറും നമുക്കുള്ള സവാബും അതിന്റെ പിറകിലുള്ള അനന്തര ഫലം അത് കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയാണ് അതിന്റെ രീതി. ഇത് എന്തിനാ പറയണത്? നിങ്ങള് വേറെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. മുസ്തഫ നബിന്റെ കാലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിരി പ്രായമുള്ള ഒരാളുണ്ടായിരുന്നു. അയാള് വാങ്കാണ്ട് കേട്ടാലെന്ന് മാത്രമല്ല, ബാങ്കിന്റെ മുമ്പ് തന്നെ ഒതുടുത്ത് ഒരുങ്ങി പൊരയിന്ന് കണ്ട് പോരും. അപ്പൊ ഈ അറേബ്യൻ നാട്ടിൽ മണൽക്കാറ്റുണ്ടാവും. നല്ല കാറ്റടിച്ച് വീശിട്ട് മൂക്കിന്റെ ഓട്ടേക്കും തൊള്ളേക്കും ചെകിട്ടക്കൊക്കെ മണലാണ്ട് കയറും. അയ്യാതി കാറ്റായിരിക്കും. അപ്പൊ നല്ല മണൽക്കാറ്റുള്ള സമയത്ത് ഇയാളെ ശരീരത്തിൽ ഒന്നായിട്ട് മണ്ണും മണലും ഉണ്ടാവും. എന്നാലും ഈ മഹാന് പള്ളിയിൽ ഒന്ന് നിസ്കരിക്കും. ഇതിങ്ങനെ പോയി അറിഞ്ഞപ്പോ 3-4 സഹാബാക്കൾ അറിഞ്ഞ് നമ്മളൊരു വണ്ടി ശരിയാക്കി തരാറിന്. അന്നത്തെ വണ്ടി, അന്നത്തെ ഇന്നോവ ഏതാ? ഒട്ടകം. നമ്മളെ ഒട്ടകം ശരിയാക്കി തരാറ്. മൂപ്പര് പറഞ്ഞു വേണ്ട പറഞ്ഞു. എന്തൊരു കഷ്ടപ്പാട് അങ്ങക്ക് ഈ നല്ല ചൂടുകാറ്റുള്ള സമയത്ത് ഈ മണലൊക്കെ കൊണ്ടിട്ട്. ഓരോ ഭക്തിനും പോയി തരുന്ന നിങ്ങൾക്ക് പ്രായമായതല്ലേ, വണ്ടിമ കയറി പോയാൽ എന്താ കുഴപ്പമുള്ളതെന്ന് വെച്ച്. അപ്പൊ മൂപ്പര് ആ ബോധത്തിന്ന് എടുത്ത് പറഞ്ഞു, വണ്ടിമ പോണതും നടന്നു പോണതും രണ്ടാന്ന്. കാരണം നടന്നു പോയാലുള്ള ആ വേർപ്പ്, ആ പൊടിക്കാറ്റ്, ആ കിതപ്പ്, ഇതൊക്കെ വെച്ചിട്ടാണ് പോയിട്ട് തക്ബീർ ഇട്ടുമ്പോ അള്ളാഹ് എന്നോട് നാളെ പറയും ഒന്നും നോക്കണ്ട കടന്നുകൊണ്ടെന്ന് പറയുന്നത്. ആ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ട് പറയല്ല, മൂപ്പരെ ബോധത്തിന്ന് എടുത്ത് പറഞ്ഞാണ്. കേസ് മുസ്തഫ നബിന്റെ അടുത്തെത്തി. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാളെ വിളിച്ചു. അപ്പൊ അള്ളാന്റെ റസൂലിന് ചിലപ്പോ അങ്ങനെ പണിയുണ്ട്, ഒന്ന് വിളിച്ചിട്ടൊന്ന് ആളൊന്ന് തഴഞ്ഞു നോക്കാം എങ്ങനെയുണ്ട്, എന്താ ഇങ്ങോട്ട് മറുപടി വരണെന്നുള്ളവർക്ക്. ഇയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് വണ്ടി വാങ്ങിത്തരാന്നല്ല ഒരു പറഞ്ഞ്. അപ്പൊ ആ വണ്ടിമ പോന്നോടെ എന്ന് വെച്ച്. ഇതേ അവതരണം റസൂലുള്ളാന്റെ അടുത്ത് നടത്തി. മുത്തനബിയെ, എന്റെ വേർപ്പ്, ചുടുകാറ്റ് കൊണ്ടത്, മണലടിച്ച് കയറിയത്, ഞാൻ കിതച്ച് വേച്ച് ഇവിടെ എത്തിയത്, എന്നിട്ട് തെക്കീറിട്ട് അങ്ങനെ തിരിച്ചു പോകുമ്പോ എന്റെ ആ കഠിനാധ്വാനത്തിന്റെ ആ കൂലി ഉണ്ടല്ലോ, അത് വണ്ടി വന്നാൽ കിട്ടൂലല്ലോ. എനിക്ക് അധ്വാനിച്ചിട്ട് അള്ളാന്റെ ഒരു നല്ല കൂലി കിട്ടണം, അതിനാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യണത് പറഞ്ഞ്. മുസ്തഫ നബി കണ്ണീര് വാർത്തിട്ട് പറഞ്ഞു, മുഹമ്മദ് ഒറ്റ പ്രഖ്യാപനാണ്. എന്റെ മുമ്പിൽ എണ്ണി പറഞ്ഞൊക്കെ ഇനി നാളൊക്കെ കാത്ത് കണ്ടപ്പോ തന്നെ അള്ളാഹ് അവിടെ എടുത്ത് വെച്ചിക്കണാണ്ട് ചെന്നാ മതി കിട്ടുമെന്ന് പറഞ്ഞു. ഇപ്പൊ എന്നോട് എണ്ണി പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ സംഗതി അവിടെ റെഡിയാണ്, ഇജാണ്ട് പോയി കൊടുത്താൽ മതി, വേറെ ഒന്നും നോക്കണ്ട. അധ്വാനത്തിന്റെ ഫലം എന്ന് വേറെയാണ്. ഞാനത് പറയാൻ കാരണം എന്താ, നമ്മളെ മഹല്ലിലെ അടുത്തുള്ള ആൾക്കാരൊക്കെ നടന്നു വന്നാൽ മതി. നേരെ മറിച്ച് പുറത്തുനിന്ന് വരുന്ന ആൾക്കാരുണ്ട്, ഓലോടൊപ്പം നടന്നു വരണം എന്ന് പറഞ്ഞാൽ ഇന്നപ്പോ ഈ കസാരിന്ന് വലിച്ചാണ്ട് ഇജാതി നടക്കുന്ന. ഞാൻ അതല്ല പറഞ്ഞു, നമ്മളീ മഹല്ലിൽ നടത്തുന്നൊക്കെ വരുന്ന ആളുകൾ നടന്നു വന്നാല് എന്റെ വണ്ടി വെക്കാൻ സ്ഥലമില്ലാത്തോണ്ട് ഞാൻ പറയാണെന്ന് പറയാൻ നിൽക്കരുതിട്ടാ. എന്റെ വണ്ടി ആദ്യം തന്നെ ഞാൻ വെച്ചിരിക്കണേ, അതുകൊണ്ട് പറയണമെന്ന് പറയരുത്. നിങ്ങൾക്ക് കുറച്ചും കൂടി കൂലിയിട്ട് ഏറ്റവും നല്ലത് നമ്മളെ മഹല്ലിലുള്ള അടുത്തുള്ള ആളുകളെ കുറിച്ച് ഞാൻ പറയണത്. നടന്നു വന്നാല് നല്ല കൂലിയായിരിക്കും. ബൈക്കുമ്പോ വരണം, നടന്നു വരും, രണ്ടാ. അവിടെ നിന്ന് വരുമ്പോ കൂലിക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും. കാരണം ഇതിന് ഇത്തിരി അധ്വാനം കൂടുതലാണ്, അതിന് അധ്വാനം കുറവാണ്. അധ്വാനം കുറഞ്ഞാൽ കൂലി കുറയും, അധ്വാനം കൂടിയാൽ കൂലി കൂടും. അങ്ങനെ എൻ്റെ രീതി. പുറത്തുനിന്ന് വരുന്ന ആളുകൾ ഒരിക്കലും നടന്നു വരരുത്. കാരണം നടന്നു വന്നാൽ ഇന്നത്തെ കാലമാണ്, ഇവിടെ എത്തൂല, ആരെങ്കിലും ഒന്ന് വഴിയിൽ കൊളുത്തു. ഇബ്ലീസിന് അങ്ങനെ ഒരു പണിയുണ്ട്. ഇബ്ലീസ് ചിലപ്പോൾ നേരിട്ട് വ്യാപിക്കൂല. സുലൈമാൻ നബിന്റെ കാലത്ത് നടന്നൊരു സംഭവം ഒരു ഐതിഹ്യമായിട്ട് ഉസ്താദ്മാര് പറയലുണ്ട്. ഞാൻ ഒരുപാട് കിതാബ് നോക്കിയിട്ട് കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ വലിയൊരു ഉസ്താദിനോട് ചോദിച്ച്, കിതാബിൽ നിങ്ങൾ നോക്കണ്ട, ചിലപ്പം കാണൂല, അതിങ്ങനെ പറഞ്ഞു വരുന്നതാണ് പറഞ്ഞു. അപ്പൊ ഇത് ഞാൻ ഉസ്താദ്മാരെ ഇരുന്ന് കേട്ടാണ്, ഞാൻ കിതാബ് കണ്ടതല്ല. സുലൈമാൻ നബിക്ക് ശൈത്താന്മാരൊക്കെ കീഴ്പ്പെടുത്തി ഭരിക്കാനുള്ള ഒരു അധികാരമൊക്കെ ഉണ്ടായിരുന്നല്ലോ.
അക്കാലത്ത് ഒരു മനുഷ്യന്റെ വീട്ടിൽ കല്യാണം നടക്കുക. അപ്പൊ അന്ന് ഇബിലീസ് കല്യാണത്തിന് പോലുണ്ട്. ഇബിലീസ് കല്യാണത്തിന് പോയാൽ അവിടെ ആകെ അടിയാണ് ഈ കാര്യം. അപ്പൊ ഇയാള് നേരത്തെ സുലൈമാൻ നബിയോട് എന്ന് പറഞ്ഞ് പരിയില് കല്യാണാണ്, ശൈത്താനൊന്നും പിടിച്ചു കെട്ടണം, ആ ഏരിയക്ക് പറഞ്ഞേക്കരുത് എന്ന് പറഞ്ഞു. അള്ളാനെ ഗതി പറയാണെന്ന് പറഞ്ഞു. അത് ഞാനേറ്റ് കല്യാണം നടത്തിയ ഇബിലീസ് ആ വിക്ക് വരില്ല. സുലൈമാൻ നബി ഇബിലീസിനോട് പറഞ്ഞു, അടുത്ത ബുധനാഴ്ച ആ സാധുവിന്റെ പരിയില് കല്യാണം, ആ ഏരിയയിൽ തന്നെ കാണാൻ പാടില്ല. ഇല്ലേ, ഞാൻ കണ്ടുപോകില്ല. സുലൈമാൻ നബി പറഞ്ഞു, ധൈര്യമായിട്ട് നടത്തിക്കോ, ആ ഏരിയ ഉണ്ടാവില്ല. ഇയാള് കല്യാണമൊക്കെ ചോറായിട്ട് നടത്തി. ഇബിലീസ് എന്താ പണിയെടുത്താരോ, കല്യാണത്തിന് ആൾക്കാർ പോണ വഴിയിൽ പോയിന്ന് മാത്രമല്ല, കൈക്കലൊരു മാങ്ങന്റെ അണ്ടി ഉണ്ടായിരുന്നു. അണ്ടി ഇങ്ങനെ ഈമ്പി, ആ പോണവരൊക്കെ ഇങ്ങനെ നോക്കി, ഒരാളിങ്ങനെ മാങ്ങന്റെ അണ്ടി ഈമ്പിക്കുമ്പോൾ ആരും നോക്കൂലേ. അതിൽ നോക്കണ ആളെ വിളിച്ചിങ്ങോട്ട് പറഞ്ഞു, ഇതെന്താ താനെന്ന് വെച്ചാൽ, മാങ്ങന്റെ അണ്ടി. അതെനിക്കും അറിയാം, എന്റെ സംശയം അതല്ല, ഇത് അണ്ടിയാണോ ആദ്യം ഉണ്ടായത് മാങ്ങയാണോ ആദ്യം ഉണ്ടായതെന്ന് വെച്ചാൽ നോക്കണേ നിങ്ങള്. അപ്പൊ ഇയാൾക്ക് തോന്നി അത് പേരപ്പോ ആദ്യം ഉണ്ടായത്. ഇയാൾ പറഞ്ഞു ആദ്യം ഉണ്ടാകാൻ സാധ്യത അത് മാവ് തന്നെയാണെന്ന് പറഞ്ഞു. മാവ് ആദ്യം ഉണ്ടായെങ്കിൽ അടിയിൽ അണ്ടി വേണ്ടതെന്ന് വെച്ചു. അത് ശരിയാണ് പറഞ്ഞു. അപ്പൊ അടുത്ത ആള് അവരോട് ഈ സംശയം ഇട്ട്, ഈ അണ്ടിയാണ് ആദ്യം ഉണ്ടായത്, ഇതിന്റെ മരമാണ് ആദ്യം ഉണ്ടായത്. അയാൾ പറഞ്ഞു അണ്ടിയാണെന്ന് പറഞ്ഞു. അണ്ടിയാണ് ആദ്യം വേറെ മരം വേണ്ട, അയിമലല്ലേ മാങ്ങ ഉണ്ടാകുക എന്ന് വെച്ചു. അയാൾ കൊടുത്തില്ലേ. ചുരുക്കി പറയുമ്പോ ഇയാളെടുത്ത് കുറെ ആൾക്കാർ ഇങ്ങനെ കൂടാൻ തുടങ്ങി. അവിടുന്ന് തന്നെ 2 ഗ്രൂപ്പായി. ഒന്ന് അണ്ടി ഗ്രൂപ്പ്, മറ്റൊന്ന് മാങ്ങ ഗ്രൂപ്പ്. പിന്നെ ഇവരൊക്കെ കൂടിയാണ് കല്യാണത്തിന് വയ്ക്കണത്. പിന്നെ പറയണോ, ചോറ് വയ്ക്കുമ്പോ പൊരിഞ്ഞ തല്ല് ഏതാ ആദ്യം ഉണ്ടായതെന്ന വിഷയം. കല്യാണം ആകെ ചോരപ്പുഴയായി. ഇവന് വഴിയിൽ അണ്ടിയേറ്റ് നിന്നാണ് കാരണം. ഇവൻ അങ്ങനെ സംഭവം ഉണ്ട്. നേരിട്ട് കണ്ടു വരൂല, തൊട്ട് കൊടുക്കുള്ളൂ. പണ്ട് വലിയ ഒരാളെ കൊണ്ടുപോയി, നിങ്ങൾ പറയേണ്ട എല്ലാ വിധിനും ഞാനാണെന്ന് വെറുതെ പറയണം, നിങ്ങൾ വരുന്ന ഇയാളൊരു സ്ഥലത്താണ് കൊണ്ടുപോയി എത്തിയിട്ട് കാണിച്ചു കൊടുത്തു. അപ്പൊ ഈ ജിലേബിന്റെ ഒരു ചെറിയ കഷ്ടമുണ്ട്. ഐബിലീസ് കുറെ കടകളാണ്, ബേക്കറി കടകളാണ്. ഒരു ബേക്കറി കടന്റെ ഭരണിമ കൊണ്ടുപോയിട്ട് ജിലേബി ഇങ്ങനെ ഒട്ടിച്ച്, എന്നിട്ട് ഇബിലീസ് ഇങ്ങനെ മാറി. എന്നിട്ട് ഇയാളോട് പോലെ അവിടെ കിഞ്ഞ് കണ്ടോളി, ബാക്കി ജനങ്ങളെ ഏറ്റെടുക്കല, നമ്മളൊന്നും തൊട്ട് കൊടുക്കുള്ളൂ. ഈ ജിലേബിന്റെ അവിടേക്ക് എറുമ്പൊക്കെ കൂടി വരാൻ തുടങ്ങി. എറുമ്പ് വരാൻ തുടങ്ങുമ്പോ എറുമ്പിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പാറ്റ വരാൻ തുടങ്ങി. പാറ്റ വന്നപ്പോ പാറ്റനെ പിടിക്കാൻ വേണ്ടിയിട്ട് പല്ലി വരാൻ തുടങ്ങി. പല്ലി വന്നപ്പോ പല്ലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് എലി വരാൻ തുടങ്ങി. എലി വന്നപ്പോ എലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പൂച്ച വരാൻ തുടങ്ങി. നോക്കാണ് നിങ്ങൾ, ഇതൊക്കെ എന്താ കാരണം? മൂപ്പര് ഉദ്ഘാടനം ചെയ്തിട്ട് മാറിയെന്ന്. ബാക്കിയൊക്കെ ആൾക്കാരെ ഏറ്റെടുക്കാണ്. ഇനി നോക്കി നിങ്ങള്, പൂച്ച വന്നപ്പോ ഈ കടക്കാരെന്ത് ചെയ്ത്, അവിടെ ആകെ ഒരു കത്തിയുള്ളത്, ആയിട്ട് പൂച്ചനെ ഏറാണ്ട് കൊടുത്തു. കാരണം പൂച്ച ഇങ്ങനെ മുട്ടായി വരണിന്റെ അടുത്ത് കയറാന്ന കടക്കാനും വലിയ രസമുള്ള പരിപാടിയില്ലല്ലോ. കച്ചവടം നടന്നിട്ടിങ്ങനെ പറയും വേണ്ട, ദേഷ്യം ഉണ്ടാവും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈ ഇവിടെ കല്ലുങ്ങൾ നിറച്ചായിട്ട് നിറച്ച കടക്കലില്ലേ. അപ്പൊ ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പനോടും ഉണ്ടാകാതെ ആ നേർച്ചക്കൊന്ന് പോയി. ഈ കുഞ്ഞാത്തൊട്ടി മാടാനെ നല്ല അടിയും കിട്ടിയെന്ന്. ആകെ അന്നാണ് അടിയിട്ടത്. അപ്പൊ ഞാനിത് ഇങ്ങനെ ഈ കല്ലുങ്ങൊക്കെ എങ്ങനെ പോകുന്ന എനിക്കറിയില്ല. അപ്പൊ ഉച്ച സമയത്താണ്, രാത്രിയൊന്നും വിടൂല, സ്കൂളിൽ പോയി കണ്ട് 1 മണിക്കൂർ കട്ട് ചെയ്താണ് ഉണ്ടണ്ട. അതിന് ടീച്ചറെ അടുത്ത് വേറെ കിട്ടി. അങ്ങനെ പോയപ്പോ ഒരു ജിലേബി കടക്കാരനോട് ചോദിച്ചു, കല്ലുങ്ങലർച്ചയൊക്കെ എങ്ങനെ പോകുന്ന പറഞ്ഞു. പൽറ്റെന്ന് പറഞ്ഞു. കാരണം ആൾക്കൂടെ കച്ചവടം നടത്തുന്നില്ല. അവളെ ഞാൻ വഴി വയ്ക്കണം. എന്നാൽ ഈ ദേഷ്യം കച്ചവടക്കാർക്ക് കച്ചവടം നടക്കണമെങ്കിൽ ദേഷ്യം ഓവറാണ് ഈ കാര്യം. പൂച്ചനെ കണ്ടപ്പോ ഏറ്റേറാണ്ട് എറിഞ്ഞു കത്തി എടുത്തിട്ട്. അത് നേരെ അപ്പുറത്തെ കടക്കാരന്റെ ഭരണിമ പോയി കൊണ്ടിട്ടാണ് പൊട്ടി. അപ്പൊ ഇയാളെ നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് കുറച്ച് മുമ്പ് തന്നെ എന്നോട് പാരുണ്ടെന്ന് എനിക്കറിയാം, അതിന് പരസ്യമായിട്ട് കത്തി എറിഞ്ഞിട്ട് എന്റെ ഭരണി പൊട്ടിക്കാൻ സമ്മതിക്കൂല, ആരാണ്ടറ ചെയ്യണമെന്ന് വെച്ച് അറ്റ പുടുത്താൻ മാറ്. ബൻ അങ്ങോട്ടും ഓനും ഇങ്ങോട്ടും, അവിടെ 10 ആള്, ഇവിടെ 25 ആള്, അടിമ്പൊടിയും. ഇതിനൊക്കെ കാരണം എന്താ? ഇന്ന് അങ്ങാടി നടക്കണ മുഴുവൻ സംഗതി ഇങ്ങനെയാണ്. കുറച്ചേ മറ്റാള് തൊട്ടിട്ടുണ്ടാവുള്ളൂ. എന്നിട്ട് മുമ്പ് നോക്കിക്കോ, അവിടെ വരും ഒരു അമ്മായി കാക്ക, ബാക്കി അവരൊക്കെ കൂടിയാണ്ട് ഏറ്റെടുക്കല. ഇപ്പൊ ഇങ്ങനെ കയ്യൊട്ടിച്ചിരിക്കുന്നുണ്ടാവും. നമ്മൾ പോയത്തക്കാരെന്നല്ല വേറെന്താ. ഇതെന്തിനാ ഞാൻ പറഞ്ഞേ റിയാസോ, ഇതെന്തിനാ ഞാൻ പറഞ്ഞേ? നടന്നിട്ട് നമ്മള് പുറത്തുള്ള ആൾക്കാർ നടന്നു വരണ്ടെന്ന് പറഞ്ഞു. കാരണം വഴിയിൽ ആരെങ്കിലും പുറത്തും കൊണ്ടെത്തൂല, അതാണ്ടാകുക. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് കാര്യം ഇപ്പൊ നിങ്ങൾ നോക്കൂ. പഴയ കാലത്ത് ഉസ്താദ്മാരിങ്ങനെ കിതാബ് ഇരുന്ന് നോക്കും, അധ്വാനിച്ച് നോക്കും, അവരെ മണ്ടയിൽ നിന്ന് ഒരു സാധനം ഒഴിഞ്ഞൂല. ഇന്ന് കിതാബ് എങ്ങനെ നോക്കണമെന്നൊക്കെ അറിയാം, മൊബൈലാണ്.
ഈ മൊബൈൽ കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാരോട് ഒരു മസല വെച്ച് നോക്കാണ്. അത് പറയും എനിക്ക് സമയമില്ല, ഞാൻ പിന്നെ കാണാറ്റിട്ട് പോകാം, പിന്നെ വൈക്കില്ല. ഇതിൽ റേഞ്ച് ഉണ്ടെങ്കിലേ ഇൽമുണ്ടാവുള്ളൂ, റേഞ്ച് ഇല്ലെങ്കിൽ ജാഹിലാണ് കയറാം. ഞാൻ ഇത് നിങ്ങളോടല്ല ഉസ്താമാരോട് പറയലുണ്ട്, മൊബൈലെ കൂടുതൽ നോക്കിയിട്ട് ഇൽമെടുക്കുന്ന ആൾക്കാർ റേഞ്ച് ഉണ്ടെങ്കിൽ ആലും, റേഞ്ച് ഇല്ലെങ്കിൽ ജാഹിൽ. കാരണം എന്താ? ഇത് എളുപ്പമാണ്, അത് ഇതിൽ നിൽക്കൂല, വേഗം പോവും. കുമിളകളായിരിക്കും, കുറെ പളപള പദപ്രയോഗങ്ങൾ, കുമിളകൾ. അത് റേഞ്ച് ഉണ്ടെങ്കിൽ ഉണ്ടാവുന്ന ജില്ലെങ്കിൽ പോകും ചെയ്യും. നേരെ മറിച്ച് ഇപ്പോഴും ഉണ്ട്, അയിമക്ക് വല്ലാതെ തിരിയാതെ മഹാന്മാരെ കിതാബ് ഇങ്ങനെ എടുത്തിട്ട് തലേക്ക് കയറ്റുന്ന ആൾക്കാർ, അതവിടെ ഉണ്ടാവും. 10 കൊല്ലം കഴിഞ്ഞ് ചോദിച്ചാൽ അതിന്ന് എടുത്തിട്ടാണ് പറയാ. അതിനാണ് ഇൽമെന്ന് പറയാ. മറ്റേ പൊളയാണ്. ഇപ്പൊ ഇറങ്ങണ വലിയ മുളകുണ്ടല്ലോ, അത് മാത്രമാണ്. കാരണം അതിന് മുളകിന്റെ ഗന്ധവും ഇല്ല, രുചിയില്ല. അള്ളാഹു കാത്ത്. ഏതോ അങ്ങനെ തന്നെ, അധ്വാനം കൂടിയാൽ സാധനം ഒറിജിനലാവും, അധ്വാനം കുറഞ്ഞാൽ സാധനം ഡൂപ്ലിയാവും. അപ്പൊ നമ്മൾ കുറച്ചും കൂടി അധ്വാനിക്കുക. ഈ മഹലിലുള്ള ആളുകളോട് മാത്രമാണ് ഈ അറിയിപ്പ്. ദൂരെ നിന്ന് വരുന്ന ആൾക്കാരോട് ഞാൻ നടന്നു വരണം എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു പരാക്രമിയല്ല ഞാൻ. എന്നാൽ ഒരാൾക്ക് അങ്ങനെ തോന്നുകയാണ്, അടച്ചോനെ അങ്ങനെയാണെങ്കിൽ നമുക്കും നാളെ നടക്കണമല്ലോ വെച്ച് നടക്കണമെങ്കിൽ കൂലിയൊക്കെ കിട്ടും, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നാളെ എന്നോട് നടക്കാൻ പറയരുത് മാത്രം, കാരണം എനിക്ക് കാലം കൊണ്ട് വയ്യ. ഈ സംഗതി ഞങ്ങളോട് പറഞ്ഞു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. എന്തേ നമ്മളെ ബഹുമാനപ്പെട്ട ബഷീർ ഖാന്റെ മോന് ഫാറൂഖ് ഇപ്പൊ 3-4 ദിവസം മുമ്പാണ് മരിച്ചത്. പ്രവാസ ലോകത്ത് എല്ല് പൊടിഞ്ഞ് പണിയെടുക്കാൻ വേണ്ടി പോയതാ, കുടുംബത്തിന് വേണ്ടി. കുടുംബത്തിനെ പോറ്റാൻ വേണ്ടി അധ്വാനിക്കുന്ന ആള്, ഫീസബിയിലുള്ള ഗാസിയാണ് എന്ന് പറഞ്ഞാൽ രണകേസരിയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. അതിന്റെ കൂലി ആ ചെറുപ്പക്കാരൻ അള്ളാഹു താല കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് അള്ളാഹു താല പ്രകാശം പരത്തി കൊടുക്കട്ടെ. ആ ഖബർ അള്ളാഹു പ്രവിശാലായി കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വാപ്പയെയും മോനെയും കുടുംബത്തെയും കെട്ടിയോളെയും കുട്ടികളെയൊക്കെ സ്വർഗത്തിൽ നമ്മളൊക്കെ അതിലൊന്നിച്ച് അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ചെറുപ്പക്കാരാണ് നമ്മളൊക്കെ, അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യാത്തവരുടെ ജീവിതത്തിൽ വന്നെങ്കിൽ അള്ളാഹുവിന്റെ മഹളായ ഫദ്ല് കൊണ്ട്, പ്രത്യേകിച്ച് മദ്യപത്തിലെ മഗ്ഫിറത്തിന്റെ രാവുകളാണ്, പകലുകളാണ്. അള്ളാഹുവിന്റെ ബർക്കത്തുകൊണ്ട് മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. സിയ്യാത്തൊക്കെ ഹസനാത്താക്കി തബ്ദീലായി കൊടുക്കട്ടെ. കണ്ണെത്താ ദൂരത്തേക്ക് ഖബർ വിശാലായി കൊടുക്കട്ടെ. അങ്ങനെയാണല്ലോ മരിച്ച ആൾക്കാരെ നമ്മൾ ഇങ്ങനെ ഓർക്കണം. ഞാൻ മിഞ്ഞാന്ന് എൻ്റെ ഉമ്മാനെ ഇങ്ങനെ കുറേ കിനാവുണ്ട്. ആ ടെൻഷനിൽ ഇവിടെ ഇങ്ങനെ ചാരിക്കുക സുബഹിക്ക് എന്നിട്ട്. അപ്പോഴാണ് മാമുട്ടിയൊക്കെ എന്നിട്ട് എന്താ ഭയങ്കര ടെൻഷൻ എന്ന് വെച്ച്. ടെൻഷൻ തന്നെയാണ്. രാത്രി ഫുള്ളും ഉമ്മാൻ്റെ പേരുന്ന്, പകലൊട്ട് ഉമ്മാനെ കാണാനും ചെയ്യപ്പെട്ട ടെൻഷൻ എവിടേക്കും പോകണം. അപ്പൊ അതല്ല, മരിച്ച ആൾക്കാരെ നമ്മൾ എപ്പോഴും ഓർക്കണം. ഓൾക്ക് അങ്ങനെ ദ്വാർക്കുമ്പോൾ ഓൾക്ക് കിനാവിലൊക്കെ വരും. അതാണ്. അള്ളാഹു താല അവർക്കൊക്കെ സ്വർഗം പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു താല അവർക്കൊക്കെ ഖബർ വിശാലായി കൊടുക്കട്ടെ. നമ്മളെ മഹല്ല് പ്രസിഡന്റ് മരണമുണ്ടാ? എന്നും മരണം തന്നെയല്ലോ. സെറീന, അള്ളാഹു താല ആ യുവതിയുടെ ഖബർ സന്തോഷമായി കൊടുക്കട്ടെ. മണ്ണറ അള്ളാഹു മണിയറ ആയി കൊടുക്കട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് ഇജ്അൽനാ മിൻ ഖയാരി ഉമ്മത്തിഹി വമിൻ മുഹബ്ബിഹി ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറിൽ ഖൈസിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂന വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.